അപ്പോൾ ഇങ്ങനെ വേറെ ഒരു വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ഈസ്റ്റ് BJPക്കും അവരുടെ പഴയ സഖ്യകക്ഷിയായിരുന്ന ഹിന്ദു മുന്നണിക്കും വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമായിരുന്നു. 1987 തെരഞ്ഞെടുപ്പ് മുതൽക്ക്. 82 BJP ആദ്യം കേരളത്തിൽ മത്സരിക്കുന്നത്. 87 അവർ ശക്തി സംഭരിച്ച് തിരുവനന്തപുരം നോർത്തിലും തിരുവനന്തപുരം ഈസ്റ്റിലും തിരുവനന്തപുരം വെസ്റ്റിലുമൊക്കെ ശക്തി തെളിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ഈസ്റ്റിലാണ് അവർ ആദ്യമായിട്ട് 2ാം സ്ഥാനത്തെത്തിയത്. അന്ന് സാക്ഷാൽ കുമ്മനം രാജശേഖരനായിരുന്നു BJP പിന്തുണയുള്ള ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി. അന്ന് പുള്ളി ഫുൾ ടൈം BJP ആയിട്ടില്ല, ഹിന്ദു മുന്നണിയാണ്. പിന്നീട് അവർക്ക് ആ മണ്ഡലത്തിൽ ആ രീതിയിലുള്ളൊരു മേൽക്കോയ്മ മങ്ങി, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ആ ഭാഗത്തുള്ള ചില ഡിവിഷനുകളാണ് ഇവർ ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് രാജഗോപാൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് BJP അവിടെ ശക്തി പുനഃസംഭരിച്ച് കൂടുതൽ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ തുടങ്ങിയത്. അങ്ങനെ രാജഗോപാൽ തിരുവനന്തപുരം ഈസ്റ്റിൽ ഒന്നിലധികം തവണ മത്സരിക്കുന്നു, തോൽക്കുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു, തോൽക്കുന്നു. വീണ്ടും മത്സരിക്കുന്നു, വീണ്ടും തോൽക്കുന്നു.